JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്കിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന തലക്കെട്ടോടു കൂടി ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ കൂടി കാണാനിടയായി. നിങ്ങൾ കണ്ടോ എന്നറിയില്ല. കേരള ബാങ്കിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ സഹകരണ വകുപ്പ് ഒളിച്ചു കളിക്കുന്നു എന്ന വാർത്തയാണ് അറിയാൻ കഴിയും. ഇതിനെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഒടുവിലെ വിജ്ഞാപന നമ്പർ 640/2023 പ്രകാരം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കും വിജ്ഞാപന നമ്പർ 063/2024 കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ ജനറൽ കാറ്റഗറിയിലേക്കും 064/2024 പ്രകാരം സൊസൈറ്റി കാറ്റഗറിയിലേക്കും വിജ്ഞാപനം ക്ഷണിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഒരേ യോഗ്യത മാനദണ്ഡവും ഒരേ സിലബസും അനുസരിച്ച് തൊട്ടടുത്ത മാസങ്ങളിൽ പരീക്ഷ നടത്തുകയും 3 തസ്തികകളിലേക്കും ഒരേ ഉദ്യോഗാർത്ഥികൾ തന്നെ പരീക്ഷ എഴുതുകയും ചുരുക്കപ്പട്ടികയിൽ ഒരേ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അതുപോലെ തന്നെ കേരള ബാങ്ക് സൊസൈറ്റി കാറ്റഗറിയിൽ 3 വർഷം പൂർത്തിയായി പരീക്ഷ എഴുതിയ അർബൻ ബാങ്ക്, സർവീസ് സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിലെ ക്ലർക്കിന് മുകളിലുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുകയും കുറെ പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതും എന്നാൽ ജീവനക്കാരിൽ പലരും കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ തസ്തിക ജോലിയിൽ പ്രവേശിക്കില്ലെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ജില്ലാ സഹകരണ ബാങ്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളും പിരമിക്കൽ NJD ഒഴിവുകളും ഉൾപ്പെടെ പ്രതീക്ഷിത ഒഴിവുകളുടെ കണക്കാക്കിയാൽ 1800-ൽ അധികം ഒഴിവുകൾ ക്ലർക്ക് കാഷ്യർ തസ്തികയിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം 2024 ഡിസംബർ 16-ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും ലഭിച്ച മറുപടിയിൽ ജനറൽ കാറ്റഗറിയിൽ 900 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്ന മറുപടിയാണ് ലഭിച്ചത്. ആയതിനാൽ ആനുപാതികമായി സൊസൈറ്റി കാറ്റഗറിയിൽ 900 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. എന്നാൽ മേൽ തസ്തികയിൽ നിയമനത്തിനായി ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുവാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട രേഖകളും PSC വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന 2024 ഡിസംബർ 23-ന് ഫോണിൽ പ്രൊഫൈലും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് മെസ്സേജ് വന്നത്. അതുപോലെ തന്നെ കേരള ബാങ്ക് ജനറൽ കാറ്റഗറിയിൽ 207 പേരെയും സൊസൈറ്റി കാറ്റഗറിയിൽ 207 പേരെയും ഉൾപ്പെടുത്തി മൊത്തം 414 ഒഴിവുകൾ റിപ്പോർട്ട് മാത്രമേ PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ 6 മാസത്തിനുള്ളിൽ തന്നെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമെന്നാണ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ആയതിനാൽ കേരള ബാങ്കിൽ ക്ലർക്ക് കാഷ്യർ തസ്തികയിൽ ഒഴിവുള്ള 1800-ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ആയതിനനുസരിച്ചുള്ള 3 വർഷ കാലാവധിയുള്ള മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നുമാണ് കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ PSC കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ സഹകരണ വകുപ്പ് രജിസ്ട്രാർക്കും കേരള ബാങ്ക് പ്രസിഡന്റിനും PSC ചെയർമാനും നിരവധി പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഇങ്ങനെയൊരു തലക്കെട്ടോടുകൂടി ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ആശങ്കയോടെ കാത്തിരിക്കുന്ന ഒരു തസ്തികയാണ് കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ OA തസ്തികകളിലെല്ലാം തന്നെ. അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ ആണെങ്കിൽ പോലും ലിസ്റ്റ് ചുരുക്കിയാൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ലിസ്റ്റ് ഇട്ടാൽ ആ ലിസ്റ്റിന്റെ കാലാവധി 6 മാസം കൊണ്ട് തീർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിലും കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യറിലാണെങ്കിലും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിലാണെങ്കിലും എല്ലാ പൊതുവെ ഉദ്യോഗാർത്ഥികളെല്ലാം കോമൺ ആയിട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ലിസ്റ്റിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ആശങ്കയോടെയാണ് ലിസ്റ്റിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റുകൾ ചുരുക്കാതെ പരമാവധി ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട PSC ചെയർമാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാം തന്നെ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.